മലയാറ്റൂർ സീസൺ എത്തിക്കഴിഞ്ഞു. അപ്പോൾ മലയാറ്റൂരിലേക്ക് പോകാനായിട്ട് എങ്ങനെയാണ് ബസ്സിൽ മലയാറ്റൂരിലേക്ക് പോകുന്നതെന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അങ്കമാലിയിൽ നിന്നും ആലുവയിൽ നിന്നും മലയാറ്റൂരിലേക്കുള്ള ബസ് കിട്ടും. ഇതിൽ ഏത് സ്ഥലത്തു നിന്ന് ഇരുന്ന വണ്ടിയാണെങ്കിലും കാലടിയിൽ വന്നിട്ടായിരിക്കും മലയാറ്റൂരിലേക്ക് പോകുന്നത്. അങ്കമാലിയിൽ നിന്ന് കാലടിയിലേക്ക് പോകാനാണെങ്കിൽ പെരുമ്പാവൂർ കാലടി ബോർഡ് വെച്ച ബസ് വരും, അതിൽ കയറിയാൽ മതി. കാലടിയിൽ നിന്ന് മലയാറ്റൂരിലേക്ക് പോകുന്ന ബസ്സിന്റെ ലാസ്റ്റ് ബസ് സ്റ്റോപ്പായ മലയാറ്റൂർ ജംഗ്ഷൻ അടുത്തായിട്ട് തന്നെയാണ് മല കയറാൻ തുടങ്ങുന്ന ഒരു ഭാഗം തുടങ്ങുന്നത്. ദൂരമൊന്നുമില്ല, അവിടെ തന്നെയാണ്. മലയാറ്റൂർ മല കയറാൻ പോകുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ മലയാറ്റൂർ മല കയറിയിട്ട് വന്നിട്ടോ ഇവിടുത്തെ പെരിയാർ ഹോളി റിവർ പെരിയാർ നദിയിൽ കുളിച്ച് ഇവിടുത്തെ പഴയ പള്ളിയിലും പുതിയ പള്ളിയിലും കയറി പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പള്ളിയിലേക്ക് വരാനാണെങ്കിൽ അതേ കാലടി മലയാറ്റൂർ ബസ്സിൽ തന്നെ കയറിയിട്ട് കണ്ടക്ടറോട് മല കയറാൻ പോകുന്നതിന് മുമ്പുള്ള പള്ളിയിൽ പെരിയാർ ഹോളി റിവറൊക്കെ ഉള്ള ഒരു പള്ളിയുടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് പറയുകയാണെങ്കിൽ അവർ കറക്റ്റ് ഇവിടെ എത്തുമ്പോൾ നമ്മളോട് പറയും. ഈ പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കാലടി മലയാറ്റൂരിലേക്കുള്ള വണ്ടി പിന്നെയും വരും, അതിൽ കയറിയ മലയാറ്റൂർ ഇറങ്ങാം. മലയാറ്റൂരിലേക്ക് ബസ്സിൽ വരുന്നതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഇവിടെ വന്നാൽ എന്തെല്ലാം കാണാൻ പറ്റും എന്നുള്ളതും ഇവിടുത്തെ അത്ഭുതങ്ങളും ഇവിടുത്തെ ചരിത്രവും എല്ലാം പറയുന്ന ഒരു ഫുൾ ഡീറ്റെയിൽസ് ഉള്ള ഒരു വീഡിയോ ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും.